ഇനി പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട പോക്സോ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. എഫ്ഐആറുകളുടെ എണ്ണം 29ആയി. കേസിൽ ഇതുവരെ 28 അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനും ശ്രമം തുടങ്ങി. നന്ദുഷ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, കേസ് അന്വേഷണം വളരെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. 29 എഫ്ഐആറുകൾ. ഇനി ധാരാളം പേരെ വിദേശത്തു നിന്ന് എത്തിക്കാനുണ്ടോ? ജിൻസി, തീർച്ചയായും ദ്രുതഗതിയിലുള്ള അന്വേഷണവുമായാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 ദിവസത്തിനിടെ ഏതാണ്ട് 28 പേരെ ഇതുവരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പിടികൂടിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 29 എഫ്ഐആർ ആണ് കേസിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇലവൻതിട്ട, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായിരുന്നു കേസെടുത്തിരുന്നതെങ്കിൽ നിലവിൽ പന്തളം, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ കൂടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിദേശത്തുള്ള പ്രതികൾ കൂടി ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ അവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നീക്കവും പോലീസ് സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്കറിയാം, DIG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 25 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകിയിരുന്നു. ഈ സംഘമാണ് ഇപ്പോൾ കേസിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ജില്ലയ്ക്ക് പുറത്തുള്ള പ്രതികളെ പിടികൂടാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ പിടികൂടിയ പ്രതികളിൽ നേരിട്ടോ അല്ലാതെയോ, അതായത് ഫോൺ വഴി പെൺകുട്ടിയുമായി അശ്ലീല സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടവരുണ്ട്. അതോടൊപ്പം പെൺകുട്ടിയെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചവരുണ്ട്. ഇവർക്കെല്ലാമെതിരെ പോക്സോ വകുപ്പും അതോടൊപ്പം ചിലർക്കെതിരെ SC/ST അട്രോസിറ്റി പ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നും കൂടുതൽ പ്രതികൾ പിടിയിലാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ ഇനിയും ബാക്കിയുള്ള പ്രതികളെ കൂടി കസ്റ്റഡിയിലെടുക്കാനുണ്ട്. അവരെ കൂടി തിരഞ്ഞുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് സംഘം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ കോന്നി, റാന്നി, പത്തനംതിട്ട ടൗൺ, അതോടൊപ്പം പമ്പയിൽ നിന്നുൾപ്പെടെ ഇന്നലെ പ്രതികൾ പിടിയിലായ കാഴ്ചകൾ കണ്ടു. അതുപോലെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും പിടിയിലാകാനുള്ള പ്രതികൾ ബാക്കിയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അവരെ കൂടി ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കും. അതോടെ അറസ്റ്റുകളുടെ എണ്ണം വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ജില്ലയ്ക്ക് പുറത്ത് തിരുവനന്തപുരത്തും പെൺകുട്ടിയെ പീഡിപ്പിച്ചവർ ഉൾപ്പെടുന്നതിനാൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായി, അല്ലെങ്കിൽ ആ മാനസികാരോഗ്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാനുള്ള നീക്കവുമായിട്ടാണ് CWCയും വനിതാ ശിശു വികസന വകുപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നുള്ളത്. അപ്പോൾ ആ കാര്യം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ CWCയും വനിതാ ശിശു വികസന വകുപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.